യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അപ്പോ ഇനി എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാനേ പറ്റൂ. എന്നുവെച്ച് കുടുംബഭാരം മുഴുവൻ നിങ്ങളുടെ തലയിൽ വെച്ച് എന്തിനും ഏതിനും നിങ്ങളുടെ മുന്നിൽ കൈനീട്ടി ഒരാശ്രിതയെ പോലെ ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല. എനിക്കും സ്വന്തമായിട്ടൊരു നിലനിൽപ്പ് വേണം. ഇക്കാലത്ത് ഒരു കുഞ്ഞിനെ നല്ല രീതിയിൽ വളർത്തണമെങ്കിൽ തന്നെ അച്ഛനും അമ്മയ്ക്കും ജോലി വേണം. നമുക്ക് കുഞ്ഞുങ്ങള് രണ്ടാ, അതും പെൺകുട്ടികള്. പെൺകുട്ടികളായതുകൊണ്ട് ഭാരം കൂടുതലാണെന്നുള്ള ചിന്തയൊന്നും എനിക്കില്ല കേട്ടോ. അങ്ങനെ ചിന്തിക്കുന്നവര് നമ്മുടെ സമൂഹത്തിലുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാ. ഒരു ജോലി സമ്പാദിച്ച് സ്വന്തം കാലിൽ നിൽക്കണമെന്ന് ഒരിക്കൽ ഞാൻ തീരുമാനിച്ചതായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് കിട്ടേണ്ടിയിരുന്ന സർക്കാർ ജോലി അവസാന നിമിഷം നിങ്ങൾ കാരണം എനിക്ക് നഷ്ടപ്പെട്ടു. അതോടെ എല്ലാം തീർന്നു എന്ന് നിങ്ങൾ വിചാരിച്ചു കാണും. എന്നാ അങ്ങനെയല്ല. എനിക്ക് പുതിയൊരു ജോലി ശരിയായി. അന്ന് എനിക്ക് എന്റെ അച്ഛനായിരുന്നു ജോലി ശരിയാക്കി തന്നത്. ഇപ്പൊ റെക്കമെൻഡ് ചെയ്തത് ആരാണെന്ന് അറിയണ്ടേ? സത്യേട്ടൻ. ഇന്റർവ്യൂ കഴിഞ്ഞ് അപ്പോയിന്റ്മെന്റ് ഓർഡറും ഞാൻ കൈപ്പറ്റി കഴിഞ്ഞു. അന്ന് വഴിയിൽ വെച്ച് സത്യേട്ടനെ കണ്ടതും ഇവിടെ വെച്ച് ഞാൻ ജനറൽ നോളജിന്റെ ബുക്ക് നോക്കി പഠിച്ചതും ഒക്കെ അല്ലേ നിങ്ങളിപ്പോ ആലോചിക്കുന്നത്? കറക്റ്റാ, എല്ലാം ഇതിന്റെ ഭാഗമായിരുന്നു. ഞാനിവിടെ പനിച്ചു വരച്ച് അഭിനയിച്ചു കിടന്നില്ലേ? അന്നാണ് ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. അഭിനയായിരുന്നു. സൂപ്പർ ആയിരുന്നില്ല എന്റെ അഭിനയം? എന്ത് ചെയ്യാനാ, വേറെ വഴിയില്ല. എനിക്കും ജീവിക്കണ്ടേ? അതിനുവേണ്ടി നിങ്ങളെ മണ്ടനാക്കി. എന്നിട്ട് ഞാൻ ആ ജോലി സമ്പാദിച്ചു. നാളെ ഞാൻ ആ ജോലിയിൽ ജോയിൻ ചെയ്യാൻ പോവുക. നിങ്ങൾക്കിത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. എന്നാലും ഒരു വാക്ക് പറയാതെ പോകുന്നത് ശരിയല്ലല്ലോ. എനിക്ക് ഈ കാര്യത്തിൽ ഭർത്താവിനോടുള്ള കടമ ഞാൻ ചെയ്തു. ഇനി എനിക്ക് എന്റെ മക്കളോടുള്ള കടമ കൂടി ചെയ്യണം. അതുകൊണ്ട് നിങ്ങൾ എത്ര വലിയ വിലക്ക് തീർത്താലും അതൊക്കെ ഭേദിച്ചുകൊണ്ട് ഞാൻ എന്റെ ജോലിക്ക് പോയിരിക്കും. തടയാം, തല്ലാം. പക്ഷെ ഇതുവരെ ഒരു അടിമയെ പോലെ എല്ലാം സഹിച്ച് ചിലങ്ക അല്ല ഇതെന്ന് ഓർത്തു വേണം. നീ എന്നെ തിരിച്ചു തല്ലോടി പുല്ലേ എന്നല്ലേ ഈ നോട്ടത്തിന്റെ അർത്ഥം? എനിക്കറിയില്ല. എന്നെ തടഞ്ഞ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് പോലും ഇപ്പൊ ചിന്തിക്കാനാവില്ല. ഒന്ന് ഞാൻ പറയാം, എന്നിൽ ജീവന്റെ തുടിപ്പ് അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ ലക്ഷ്യം നേടിയിരിക്കും. എന്നെ കൊന്നിട്ട് ജയിലിൽ പോണോ, അതോ എന്നെയും കൂടി ജോലി ചെയ്യാൻ വിട്ട് രണ്ടുപേരുടെയും വരുമാനത്തില് അന്തസ്സോടെ മക്കളെ വളർത്തി ജീവിക്കണോന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം.
എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്താ അഭിപ്രായം? അച്ഛൻ പേടിക്കണ്ട, ഇത് ഞാൻ നോക്കിക്കോളാം. ഞാനും മക്കളും ഒന്ന് താഴെ കിടക്കുന്ന അമ്മയുടെ മുറിയിൽ. അവനെന്തു പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. ഞാനും കുഞ്ഞുങ്ങളും ഇന്ന് അമ്മയുടെ മുറിയിലേക്ക് കിടക്കുന്നതെന്ന് പറഞ്ഞിട്ടും ഒന്നും മിണ്ടിയില്ല. അവന്റെ ഈ മൗനം കൂടുതൽ അപകടമാണല്ലോ മോളെ. നിന്നെ എതിർത്തവൻ വല്ലതും പറയുകയോ ബഹളം വയ്ക്കുകയോ ചെയ്തിരുന്നെങ്കിൽ അതിലവന്റെ ദേഷ്യം തീരുമായിരുന്നു. ഇതിപ്പോ അവന്റെ ഈ മൗനം എന്നെ കൂടുതൽ ഭയപ്പെടുത്തുകയാണ്. അങ്ങനെ ഒരു ഭയം എനിക്കും ഉണ്ടാച്ച. പക്ഷെ എന്റെ ലക്ഷ്യത്തിലെത്താൻ ഞാൻ ആർജിച്ച ധൈര്യം അതിനു മുകളിലാ. എന്ത് വന്നാലും നേരിടാനുള്ളൊരു ശക്തി, മനോബലം അതുള്ളപ്പോ ഞാൻ തളരില്ല അച്ഛാ. അച്ഛനും ധൈര്യമായിട്ടിരിക്കണം. പക്ഷേ എനിക്ക് നിന്നെ മക്കളെ ഓർത്തുള്ള പേടി മാത്രമേ ഉള്ളൂ. ഈ രാത്രി എങ്ങനെയെങ്കിലും ഒന്ന് കടന്നു കിട്ടണം. നിന്നെ പുറത്തു വിടാതിരിക്കാൻ വേണ്ടി അവൻ എന്തും ചെയ്യും, എന്തും.